പത്തനംതിട്ട തിരുവല്ല ബിവറേജസിലെ തീപിടുത്തത്തിൽ 10 കോടിയുടെ നഷ്ടമെന്ന് പ്രാഥമിക വിലയിരുത്തൽ. ബിവറേജ് ഔട്ട്ലെറ്റും വെയർഹൌസുമാണ് കത്തിനശിച്ചത്. ബെവ്കോ CMD ഹർഷിത അട്ടല്ലൂരി സ്ഥലം സന്ദർശിച്ചു. 15 ബെവ്കോ ഔട്ട്ലെറ്റിലേക്ക് വിതരണത്തിനായി സൂക്ഷിച്ചിരുന്ന 4500 കേസ് മദ്യമാണ് ഇന്നലെ രാത്രി 8 മണിയോടെ ഉണ്ടായ അഗ്നിബാധയിൽ പൂർണ്ണമായി കത്തിനശിച്ചത്. 3 യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും എത്തിയാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. ഇന്ന് രാവിലെ ബെവ്കോ CMD ഹർഷിത അട്ടല്ലൂരി കത്തിനശിച്ച ഔട്ട്ലെറ്റിലും വെയർഹൌസിലും സന്ദർശനം നടത്തി. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടത്തുമെന്നും സംസ്ഥാനത്തെ എല്ലാ ബെവ്കോ ഔട്ട്ലെറ്റുകളിലും ഫയർ ഓഡിറ്റ് നടത്തുമെന്നും ഹർഷിത അട്ടല്ലൂരി പറഞ്ഞു. ഞങ്ങളൊരു എൻക്വയറി നടത്തും. പക്ഷേ ബേസിക്കലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലീസിന്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷനിലാണ്. SP ഇവിടെ സ്ഥലത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ട് പോലീസിനുണ്ടാവും. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇതിന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. പുളിക്കീഴിലെ കത്തിനശിച്ച വെയർഹൌസ് കെട്ടിടം പഴയ പഞ്ചസാര ഫാക്ടറിയായിരുന്നു. ബെവ്കോ കെട്ടിടം ഏറ്റെടുത്ത ശേഷം അഗ്നിരക്ഷാ മാർഗങ്ങൾ സജ്ജമാക്കിയിരുന്നു. ഈ സംവിധാനം വേണ്ടവിധം പ്രവർത്തിച്ചിരുന്നോ എന്നും പരിശോധിക്കും. സമീപത്ത് വെൽഡിംഗ് ജോലികൾ നടക്കുന്ന സ്ഥലത്ത് നിന്ന് തീ പടർന്നതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. മീഡിയ 1 പത്തനംതിട്ട.